എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സന്തോഷമായിട്ടിരിക്കാനുള്ള കുറച്ച് ടിപ്സാണ് ഇന്ന് പറയാൻ പോകുന്നത്. സന്തോഷം ആരാണ് ആഗ്രഹിക്കാത്തത് അല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷം കിട്ടണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ചെറിയ കാര്യങ്ങളുണ്ട്. നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്ന് ചെറുതായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് തനിയെ സന്തോഷം കണ്ടെത്താൻ കഴിയും. അതിന് നമ്മൾ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. സമാധാനമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം ലഭിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കാതിരിക്കുക. നമുക്ക് എപ്പോഴും മനസ്സിലൊരു പ്രതീക്ഷ ഉണ്ടായിരിക്കില്ലേ, നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യുമ്പോൾ നമുക്കൊരാവശ്യം വരുമ്പോൾ അവർ നമ്മളെയും സഹായിക്കുമായിരിക്കും എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളറിയാതെ നമ്മുടെ ഉള്ളിൽ വരും അല്ലേ? ഇല്ലെങ്കിൽ നമുക്ക് അവരുമായിട്ട് ഇത്ര നല്ല ബന്ധമാണുള്ളത്, അതുകൊണ്ട് നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും, നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അവരത് ചെയ്തു തരുമായിരിക്കും. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നിർത്തുക. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന ആളുകളൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ നമ്മളെ സഹായിക്കുക. നമുക്ക് യാതൊരു പരിചയമില്ലാത്ത, അല്ലെങ്കിൽ നമുക്ക് പരിചയം ഉണ്ടെങ്കിലും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹായം ലഭിക്കുക. പിന്നെയുള്ള രണ്ടാമത്തെ കാര്യമാണ്, ജീവിതത്തിൽ എപ്പോഴും എല്ലാ കാര്യങ്ങളും സെറ്റായിരിക്കും എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് മാറ്റുക. എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ എത്രയൊക്കെ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയാലും എല്ലാം സെറ്റാക്കി നമ്മൾ വെച്ചാലും അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കുക, പ്രശ്നങ്ങൾ ഉണ്ടാവും, പിന്നെ അത് സോൾവ് ചെയ്യും, വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നമ്മൾ സോൾവ് ചെയ്യും. അങ്ങനെ പ്രശ്നം ഉണ്ടാവുക, പരിഹരിക്കുക, അങ്ങനെയുള്ള ഒരു പാറ്റേൺ ആയിരിക്കും നമ്മുടെ ഫുൾ ലൈഫ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് പ്രശ്നങ്ങളില്ലാത്ത ജീവിതം പ്രതീക്ഷിച്ചിട്ട് യാതൊരു കാര്യമില്ല. നമ്മൾ ജീവിതത്തിലുടനീളം ചെറുതും വലുതുമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. അതിനെയൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്, മറ്റുള്ളവരുടെ സ്നേഹത്തിനും പരിഗണനയ്ക്കും ശ്രദ്ധയ്ക്കും ഒന്നും വേണ്ടിയിട്ട് യാചിക്കാതിരിക്കുക, മറ്റുള്ളവരുടെ പിറകെ പോകാതിരിക്കുക. ഒരിക്കലും സ്നേഹം നമ്മൾ പിന്നാലെ പോയി ചേസ് ചെയ്ത് കിട്ടുന്ന ഒരു സംഭവമല്ല. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരാൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവർ നമുക്ക് വേണ്ട പരിഗണന തരുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, നമുക്ക് വേണ്ടത്ര ശ്രദ്ധ കിട്ടുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ, പിന്നെ നമ്മളും പിന്നാക്കം വലിയുക. വേറൊരാൾ നമ്മളിൽ നിന്ന് പിന്നോക്കം പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും മുന്നോട്ട് പോയി അത് പിടിച്ചു നിർത്താൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ നമ്മുടേതായ നമ്മുടെ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, ഇത് നമുക്കുള്ളതല്ല എന്നുള്ള രീതിയിൽ നമ്മളും പിന്നോക്കം പോകാനും ബൗണ്ടറി വെക്കാനും ഒക്കെ ശ്രദ്ധിക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, വികാരങ്ങളെ നിയന്ത്രിക്കാൻ പഠിക്കുക. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് ഒരുപാട് വിഷമിക്കുകയും കരയുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ തന്നെ ശ്രമിച്ചാലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു ദേഷ്യത്തിന് ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ വായത്തോന്നിയതൊക്കെ വിളിച്ചു പറയും, എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോഴത്തെ ദേഷ്യത്തിന് ചെയ്യുന്നതായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ദേഷ്യമൊക്കെ തണുത്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും, അന്ന് എടുത്തു ചാടി അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അപ്പോഴത്തെ ദേഷ്യത്തിന് വെറുതെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല എന്നൊക്കെ നമുക്ക് പിന്നീട് തോന്നും. നമ്മളിത് ഓർത്ത് പശ്ചാത്തപിക്കും. അങ്ങനെ ഈ ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വെച്ച്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് ഒരുപാട് നല്ല ബന്ധങ്ങൾ നമുക്ക് നഷ്ടമാവും. നല്ല സുഹൃത്തുക്കളെ, അല്ലെങ്കിൽ നല്ല പാർട്ട്ണറെ, അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ത്യജിക്കേണ്ടി വരും, നമുക്ക് ദേഷ്യം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. പിന്നെ നമുക്ക് സന്തോഷമായിരിക്കാൻ ചെയ്യാവുന്ന ഒരു കാര്യമാണ്, സ്റ്റോപ്പ് ടേക്കിംഗ് തിങ്സ് പേഴ്സണലി. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ വ്യക്തിപരമായിട്ട് എടുക്കാതിരിക്കുക. ചിലരൊക്കെ നമ്മളോട് ദേഷ്യപ്പെടുന്നുണ്ടാവുക നമ്മളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല, അവരെന്തെങ്കിലും കാര്യത്തിൽ ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു നമുക്കറിയില്ല. ഒരാൾ എന്തെല്ലാം പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, അവരെന്തിനെയൊക്കെയാണ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഫ്രസ്ട്രേഷൻ്റെ പുറത്തായിരിക്കും അവർ നമ്മളോട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവുക. എന്തെങ്കിലുമൊക്കെ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ആളുകൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുക, വളരെ മോശമായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെ തോന്നുമ്പോൾ, അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് വളരെയധികം നമ്മളെ മുറിവേൽപ്പിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് നമ്മളെ മുറിവേൽപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളതിനെ അയ്യോ എന്താ എന്നോട് ഇങ്ങനെ പറയുന്നത്, ഞാനൊന്നും ചെയ്തില്ലല്ലോ, പിന്നെ എന്തിനാ എന്നോട് ഇങ്ങനെ പറയുന്നത് എന്ന് നമ്മളിങ്ങനെ പേഴ്സണലായി എടുക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും ഒരാളോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കില്ല അപ്പുറത്തുള്ള ആൾ അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടായിരിക്കുക. അവർ ഒരുപാട് ടെൻഷൻ അടിക്കുന്ന സമയമായിരിക്കും അത്. അപ്പോൾ അവരുടെ ഫ്രസ്ട്രേഷൻ കൊണ്ട്, അവർക്ക് മനസ്സിലുള്ള വിഷമം കൊണ്ട്, ഇല്ലെങ്കിൽ അവർ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കാത്തതിൻ്റെയൊക്കെ ദേഷ്യം കൊണ്ട്, അതൊക്കെയാണ് മറ്റുള്ളവരോടുള്ള പ്രതികരണമായിട്ട് ആളുകളുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരിക. പിന്നെ ചെയ്യാവുന്നതാണ്, ചിലർ ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമില്ലാത്ത ആളുകളെ ഒക്കെ സഹിച്ചും കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. ഒരുപാട് അങ്ങോട്ട് സഹിക്കും, അവരുടെ മോശം സ്വഭാവമാണെന്ന് അറിഞ്ഞിട്ടും അത് നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ കഴിയും എന്നൊക്കെയുള്ള പ്രതീക്ഷയിൽ ഈ ടോക്സിക് ആയ ആളുകളെ സഹിച്ചും കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ യാതൊരു ആവശ്യമില്ല. ഒരാളിൽ നിന്ന് നമുക്ക് ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ സന്തോഷം കിട്ടുന്നില്ല, അവരോട് സംസാരിക്കുമ്പോഴാണെങ്കിലും അവരോട് അടുത്ത് ഇടപഴകുമ്പോഴാണെങ്കിലും നമുക്ക് യാതൊരു സന്തോഷം കിട്ടുന്നില്ല, മറിച്ച് നമ്മുടെ
ഉള്ളിൽ നെഗറ്റിവിറ്റി നിറയണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരിൽ നിന്ന് കുറച്ച് അകന്ന് നിൽക്കാൻ, കുറച്ച് ബൗണ്ടറി സെറ്റ് ചെയ്യാൻ, അവരുമായിട്ട് ഇടപഴകുന്ന സമയം കുറയ്ക്കാൻ, അതിനൊന്നും നമ്മൾ മടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് അയ്യോ ആ ബന്ധം നഷ്ടപ്പെട്ടാലോ അല്ലെങ്കിൽ അവർക്ക് വിഷമമായാലോ ഇങ്ങനെയൊക്കെ ചിന്തിച്ച ആളുകൾ ഒരുപാട് സഹിക്കുന്ന ആളുകളുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരാളായിട്ട് ഒരേ വേവ് ലെങ്ത് അല്ല, നമുക്കൊരു നല്ല എനർജി അല്ല കിട്ടുന്നതെങ്കിൽ അവരുമായിട്ട് കുറച്ച് അകലം പാലിക്കുന്നത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പോകുന്നില്ല. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഫോക്കസ് ഓൺ സൊല്യൂഷൻസ് നോട്ട് പ്രോബ്ലംസ് ആണ്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അയ്യോ ഇതെന്താ എനിക്കിങ്ങനെ വന്നത്, എനിക്ക് മാത്രം എന്താ അങ്ങനെ, എനിക്കെന്താ എപ്പോഴും പ്രശ്നം എന്നൊക്കെ ചിന്തിച്ച് വിഷമിച്ചിരിക്കുന്നതിന് പകരം ഇതെങ്ങനെ പരിഹരിക്കാം, ഇതിനുള്ള ഒരു ചെറിയ സ്റ്റെപ്പെങ്കിലും ആദ്യം എടുക്കുക. പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അവനവനിൽ വിശ്വസിക്കുക. നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും, മുമ്പ് നമ്മൾ എന്തെല്ലാം പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ട്, നമുക്ക് എന്തൊക്കെ അതിജീവിക്കാൻ കഴിയും എന്നുള്ളതിനെ പറ്റി ഒരു ധാരണ ഉണ്ടായിരിക്കുക. നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റി, നമ്മുടെ ധൈര്യത്തിനെ പറ്റി ഒക്കെ നമ്മളിൽ തന്നെ ഒരു വിശ്വാസം അർപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വന്നാലും അതിനെ നേരിടാൻ നമുക്ക് മടി ഉണ്ടായിരിക്കില്ല. നമുക്കപ്പോൾ ടെൻഷൻ കുറയാനൊക്കെ ഇത് സഹായിക്കും. അവനവൻ്റെ കഴിവിൽ വിശ്വസിക്കുക. പിന്നെയുള്ള സംഭവമാണ്, നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും ഓരോ ആളുകൾ നമ്മളെ വേദനിപ്പിക്കുമ്പോഴും അവരോട് ക്ഷമിക്കുക. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം ഉണ്ടാവുമല്ലോ, അത് മറക്കാതിരിക്കുക. ഓരോ സമയത്ത് നമ്മൾ വേദനിക്കേണ്ടി വരുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടേണ്ടി വരുമ്പോഴും ഒക്കെ അതിന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും അതിന് കാരണക്കാരായ ആളുകളോട് ക്ഷമിക്കാൻ പഠിക്കുക. പക്ഷെ ഓരോ പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് എന്ന് മനസ്സിലാക്കുക. ഓരോ ചതി പറ്റുമ്പോഴും നമ്മളെ ചതിച്ച ആളോട് വേണമെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. പക്ഷെ എങ്ങനെ ആ ചതിയിൽ നമ്മൾ പെട്ടു എന്നുള്ള അല്ലെങ്കിൽ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്നൊക്കെയുള്ള ഒരു പാഠം നമുക്ക് ഉണ്ടായിരിക്കുമല്ലോ, അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കുക. അത് നമ്മുടെ ഭാവിയിലുള്ള ജീവിതത്തിന് ഉപകാരപ്രദമായിരിക്കും. പിന്നെ നമ്മുടെ സന്തോഷം പോകുന്ന ഒരു കാര്യമാണ് എപ്പോഴും മറ്റുള്ളവരെ നേരാക്കാൻ ശ്രമിക്കും. നമ്മൾ മറ്റുള്ളവരുടെ ആക്ഷനെ തിരുത്താൻ, നീ എന്താ ഇങ്ങനെ പെരുമാറുന്നത്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, മറ്റുള്ളവരെ തിരുത്താൻ, നമ്മുടെ ചുറ്റുമുള്ളവരെയൊക്കെ മാറ്റാൻ നമ്മൾ ശ്രമിക്കും. അതിന് പകരം മറ്റുള്ളവരുടെ ആക്ഷൻസ് മാറ്റുന്നതിന് പകരം നമ്മുടെ റിയാക്ഷൻസ് മാറ്റുക. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുമ്പോൾ നമ്മൾ അവരിൽ നിന്ന് അകലാൻ ശ്രമിക്കുക. അല്ലാതെ അവരെ പറഞ്ഞ് തിരുത്താനൊന്നും ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. ഏതൊരാളെയും നമുക്ക് കറക്റ്റ് ചെയ്യുക വൺസ്, ഒരു പ്രാവശ്യം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക, അങ്ങനെയല്ല അത് ചെയ്യേണ്ടത്, ഇത് ഇങ്ങനെയാണ് അതിൻ്റെ ശരിയായ രീതി എന്നുള്ള രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും അവരത് ആവർത്തിക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ ശരിയാവാൻ ഉദ്ദേശിക്കുന്നില്ല, അവർ മനഃപൂർവ്വമായിരിക്കും അത് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും, എല്ലാവരെയും നമുക്ക് നേരാക്കാൻ പറ്റും, എല്ലാവരുടെ പ്രശ്നങ്ങളും നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കാതിരിക്കുക. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും, ഒരുപാട് മനുഷ്യരുണ്ടായിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ഡിറ്റാച്ച്ഡ് ആവാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാം കയറി തിരുത്താനും ഫിക്സ് ചെയ്യാനൊന്നും നമുക്ക് കഴിഞ്ഞൊന്നും വരില്ല. നമ്മളിങ്ങനെ തിരുത്താനൊക്കെ പോകുന്നത് എന്തുകൊണ്ടായിരിക്കുമോ അറിയോ? എല്ലാ പ്രശ്നങ്ങളും ഫിക്സ് ചെയ്യാനും ഒരുപാട് ഇൻസൾട്ടൊക്കെ ഡിസ്റെസ്പെക്റ്റൊക്കെ നമ്മൾ സഹിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഒറ്റയ്ക്കാവാനുള്ള പേടി കൊണ്ടാണ്. അപ്പോൾ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോണ്ട് ഫിയർ ബീയിങ് അലോൺ. ഒറ്റയ്ക്കാവുന്നതിന് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒറ്റയ്ക്കാവുന്നതിനെ എങ്ങനെ യൂസ്ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റും നോക്കുക. എപ്പോഴും കൂട്ടത്തിലായിരിക്കണം, എപ്പോഴും ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കണം, അയ്യോ ഞാൻ ഒറ്റയ്ക്ക് എന്താ ചെയ്യുക, അങ്ങനെ ചിന്തിക്കാതിരിക്കുക. നമ്മൾ എത്ര കണ്ട് അതിനെ പേടിക്കുന്നോ അത്രയും നമ്മൾ ആളുകളിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ ഇടയിലൊരു വില കിട്ടാതിരിക്കും. നമുക്ക് ആളുകൾ നമ്മളെ വല്ലാണ്ട് ഡിസ്റെസ്പെക്റ്റ് ചെയ്യും ഒക്കെ ചെയ്യും. അപ്പോൾ മറ്റുള്ളവരുടെ പിന്നാലെ പോയി ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക. ഒരുപാട് സഹിച്ചും ക്ഷമിച്ചൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ബന്ധങ്ങൾ ഒരുപാട് കാലം നിലനിൽക്കില്ല. അപ്പോൾ ഒറ്റയ്ക്കാവാൻ പേടിക്കാതിരിക്കുക എന്നുള്ളതാണ് നമുക്ക് സന്തോഷം ഉണ്ടാവാനും സമാധാനം ഉണ്ടാവാനും ഒക്കെയുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എല്ലാത്തിനേക്കാളും ഇത് നമ്മുടെ സമാധാനമാണ്, നമ്മുടെ സന്തോഷമാണ് എന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് ഒരുപാടൊന്നും വിഷമിക്കേണ്ടി വരില്ല, ഒരുപാട് നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല. നമ്മുടെ സമാധാനം എന്താണോ അതിന് പ്രയോറിറ്റൈസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക, അതിന് ഉതകുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടാൻ ശ്രമിക്കുക. അല്ലാതെ എല്ലാവരെയും പിടിച്ചു നിർത്താനൊന്നും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ എല്ലാ തരത്തിലുള്ള ആൾക്കാരെയും പിടിച്ചു നിർത്തി അവരുടെയൊക്കെ മോശം സ്വഭാവങ്ങളെ മാറ്റി നമുക്ക് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കാൻ കഴിയും എന്നൊക്കെ ചിന്തിക്കുന്നത് ഒരുപാട് ടൈം വേസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. എല്ലാത്തിനും ഉപരിയായിട്ട് നമ്മുടെ സമാധാനത്തിന് വെക്കുക. അപ്പോൾ തന്നെ നമുക്ക് സന്തോഷമുള്ള ഒരു ജീവിതം, അവിടെ നിന്ന് നമ്മുടെ സന്തോഷം തുടങ്ങുകയാണ്.